മൈസൂരിലെ തന്നെ മറ്റൊരു ആകർഷണമാണ് റെയിൽവേ മ്യൂസിയം. മൈസൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മ്യൂസിയത്തിൻ്റെ കാഴ്ചകളാണ്. ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഈ മ്യൂസിയം ഓപ്പൺ ആയിട്ടുള്ളത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഒരു ചെറിയൊരു മോഡൽ പോലെ വെച്ചിട്ടുണ്ട്. ഡൽഹിയിലെ റെയിൽവേ മ്യൂസിയം, നാഷണൽ റെയിൽവേ മ്യൂസിയം കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ മ്യൂസിയമാണ് ഈ മൈസൂരുള്ളത്. ഈ ഒരു മ്യൂസിയം മെയിനായിട്ട് പറയുന്നത് ഇന്ത്യൻ റെയിൽവേസ് എങ്ങനെയായിരുന്നു, പണ്ട് കാലത്തെ റെയിൽവേസ് എങ്ങനെയായിരുന്നു, അത് ഇന്ന് എങ്ങനെയായി, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെ പല ഓരോ മോഡൽസും പെയിൻറ്റിങ്സും പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചു തരികയാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഭാഗത്ത് പണ്ട് കാലത്ത് മൈസൂരിലെ രാജാക്കന്മാരും രാജ്ഞിമാരും ഉപയോഗിച്ചിരുന്ന ഒരു റോയൽ ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഒരു സെക്ഷൻ നമുക്കവിടെ അവസാനം കാണാൻ സാധിക്കും. ആദ്യമെല്ലാം പണ്ടത്തെ കുറേ ഗാലറി ഐറ്റംസാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫോണും ഈ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട ഓരോരോ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഇന്ന് നമ്മൾ പണ്ടത്തെയൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു സാധനമൊക്കെ കൈമാറുന്നത്. പക്ഷേ ഇന്ന് ആ സെറ്റപ്പൊന്നും നമ്മളിപ്പോൾ കാണാറില്ല. നമ്മളുടെ ഈ ഗാലറിയും പെയിൻറ്റിങ്സും ഈ ഒരു ചെറിയ വസ്തുക്കളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇവിടെയാണ് പല ടൈപ്പ് ട്രെയിനുകളുടെ ഓരോരോ കമ്പാർട്ട്മെൻറ്റ്സൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെല്ലാം നമുക്ക് കയറി നോക്കാം. ചിലതിൽ നമുക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, ചിലത് നമുക്ക് കയറി നോക്കാം, ഇരുന്നൊക്കെ നമുക്ക് ഫോട്ടോസ് എല്ലാം എടുക്കാം. ഇതെല്ലാം ഓപ്പൺ ഏരിയയിലാണ്, അതുകൊണ്ട് മഴയില്ലാത്ത സമയത്ത് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മഴയാണെങ്കിൽ നമ്മൾ നനയും, അല്ലെങ്കിൽ പിന്നെ കുടയെല്ലാം വെച്ചിട്ട് നമ്മൾ ഓരോന്ന് കയറി ഇറങ്ങി കാണേണ്ടി വരും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണമാണ് ഇവിടുത്തെ ടോയ് ട്രെയിൻ. അതിൻ്റെ പാളമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആ ദൂരത്ത് കാണുന്നതാണ് നമ്മളുടെ ടോയ് ട്രെയിൻ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് കയറാം. അത് ആ ട്രെയിനിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു നമ്മൾ ഒരു വർക്കിംഗ് ട്രെയിനാണ്. നമ്മുടെ ഒരു റൗണ്ട് ഈ ഒരു ഫുൾ കോമ്പൗണ്ടിന് ചുറ്റും നമുക്ക് കൊണ്ട് നടക്കും. ഇത് പണ്ട് കാലത്തെ മറ്റേ തിരിഞ്ഞ് ഈ വെള്ളത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന പാലം പോലത്തെ, അതായത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന റെയിൽവേ പാളം. ഇതെല്ലാം ആക്ച്വലി കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പണ്ട് കാലത്ത് ഇന്ത്യൻ റെയിൽവേ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ ആകാംക്ഷ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. ഇന്നത്തെ ട്രെയിനുകളുടെയും പണ്ടത്തെ ട്രെയിനുകളുടെയും ആ ഒരു വ്യത്യാസം നമുക്കപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. പണ്ട് കാലത്ത് എങ്ങനെയൊക്കെയായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നത്, എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രൊസീജിയർ, അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ കാണാം ഈ ഒരു ഇങ്ങനത്തെ ട്രെയിനിൽ കയറി ഇറങ്ങി പോകുന്നതെല്ലാം. ഇതാണ് നമ്മൾ പറഞ്ഞ ടോയ് ട്രെയിൻ. ഇത് 2 റൗണ്ട് നമ്മളെ ഈ ഒരു കോമ്പൗണ്ട് ഫുൾ ചുറ്റിക്കും. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് കുട്ടികൾ മാത്രമേ കയറുമായിരിക്കുള്ളൂ, പക്ഷേ ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ടിക്കറ്റ് ഒന്നുമില്ല, എല്ലാവരും കയറുന്നുണ്ടായിരുന്നു, ഞങ്ങൾ കയറിയിരുന്നു. ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണിത്.
ഈ ഒരു സ്ഥലമെല്ലാം അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് വേണം അടുത്ത സെറ്റ് ആൾക്കാർ കയറാൻ വേണ്ടി റെഡി ആയിട്ടേക്കാണ്. പണ്ടത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സ്ട്രക്ചറെല്ലാം അവർ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ പുറത്താണ് ഇതിൻ്റെ ശരിക്കും നമ്മുടെ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അത്രയും അടുത്താണ്. ട്രെയിനൊക്കെ വരുന്നവർക്ക് മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സിറ്റി സൈഡിൽ തന്നെയാണ് ഈ ഒരു മ്യൂസിയം വരുന്നത്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം ട്രെയിൻ യാത്ര എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയില്ല. കൂടുതലും ഞാൻ കണ്ടുവരുന്നതൊക്കെ ഫ്ലൈറ്റിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു റെയിൽവേ മ്യൂസിയം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്താണ് ഞാൻ പറഞ്ഞത് പണ്ട് കാലത്തെ മൈസൂർ രാജാക്കന്മാരും രാജ്ഞിമാരും ഉപയോഗിച്ചിരുന്ന ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ എത്തി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പോൾ കിച്ചൻ്റെ ഒരു പെർട്ടിക്കുലർ റൂം പോലെയുണ്ട്, ഡൈനിങ് റൂം ഏരിയ ഉണ്ട് ഈ ഒരു ട്രെയിനിൻ്റെ ഭാഗത്ത് തന്നെ ഞാൻ പറയുന്നത്. പിന്നെ ഗസ്റ്റിന് ഇരിക്കാനുള്ള വേറൊരു പ്രത്യേക സ്ഥലമുണ്ട്. ഇപ്പോൾ ക്ലീനിങ് സ്റ്റാഫിനൊക്കെ ഇരിക്കാൻ അവർക്ക് വേറെ സ്ഥലമുണ്ട്. ഇത് കിച്ചൺ ഏരിയയാണ്. അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു റോയൽ ട്രെയിൻ എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ. രാജകീയമായ ഒരു പ്രൗഢിയോടെയാണ് ഈ ഒരു ട്രെയിൻ നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നത്. പല പല ഓരോ ട്രെയിനുകളുടെ മോഡലെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. പണ്ട് കാലത്ത് മറ്റേ സ്റ്റീം എൻജിൻ അങ്ങനത്തെയൊക്കെ ഓരോ എൻജിൻ്റെയൊക്കെ ഒരു മോഡൽ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ മൈസൂർ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ ബാക്കി മൈസൂർ വീഡിയോസ് എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നടത്താനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. Bye bye.